ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ഒട്ടനേകം സിനിമകളുടെ അപ്ഡേറ്റുകൾ വന്നിരിക്കുകയാണ്. ഈ ആഴ്ച 4 സിനിമകൾ 2 ഭാഷകളിൽ നിന്നായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്നു. അതിൽ മലയാളത്തിൽ നിന്നും തിയേറ്ററുകളിലേക്ക് എത്തുന്നത് പലതവണ തിയേറ്റർ റിലീസ് മാറ്റിവെക്കപ്പെട്ട മാരിവില്യൻ ഗോപുരങ്ങൾ എന്ന സിനിമയാണ്. ചിത്രത്തിന്റെ ട്രെയിലർ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. മെയ് 10 സിനിമ റിലീസ് ചെയ്യും. രണ്ടാമത്തേത് ആരോ എന്നൊരു മലയാളം സിനിമയാണ്. ജോർജ് ജോർജ് നായകനെത്തുന്ന സിനിമ ഇരുന്നിട്ട് പോലും 1% പോലും ഹൈപ്പില്ലാത്ത, അതോടൊപ്പം തന്നെ അധികം പ്രേക്ഷകർക്ക് അറിയാത്തൊരു മലയാളം സിനിമ കൂടിയായിട്ട് മാറുകയാണ്. ആന്റണിക്ക് ശേഷം തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഈ ജോജോ സിനിമ മെയ് 9 തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ അറിയിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ മലയാളം സിനിമ പെരുമാനി എന്ന സിനിമയാണ്. ലുക്മാൻ, ഒപ്പം തന്നെ വിനയ് ഫോർട്ട് തുടങ്ങിയവർ അഭിനയിക്കുന്ന സിനിമ മെയ് 10 തിയേറ്ററുകളിലേക്ക് എത്തും. സിനിമയുടെ ട്രെയിലറും മറ്റ് പ്രൊമോ കണ്ടന്റ്സ് എല്ലാം തന്നെ ഇതിനോടകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞതാണ്. ഈ ആഴ്ച തമിഴിൽ നിന്നും ഒരു വമ്പൻ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നു. അത് കവിൻ നായകനെത്തുന്ന സ്റ്റാർ എന്ന സിനിമയാണ്. മെയ് 10 റിലീസ് ചെയ്യുന്ന സിനിമയുടെയും ട്രെയിലർ എല്ലാം തന്നെ നേരത്തെ പുറത്തു വന്നതാണ്. തമിഴ്നാട്ടിൽ ഈ ആഴ്ച വരുന്ന സിനിമകളിൽ അത്യാവശ്യം ഹൈപ്പുള്ള സിനിമ കൂടിയാണ് സ്റ്റാർ. തമിഴിൽ നിന്നും വൻ താരനിരയോടെ വരാനിരിക്കുന്ന അടുത്ത വമ്പൻ സിനിമകളിൽ ഒന്നാണല്ലോ കമലഹാസൻ നായകനെത്തുന്ന മണിരത്നം സംവിധാനം ചെയ്യുന്ന തഗ് ലൈഫ് എന്ന സിനിമ. ചിത്രത്തിൽ STR സിലംബരസൻ കൂടി അഭിനയിക്കുന്നുവെന്നത് നേരത്തെ തന്നെ കൺഫേം ആയതാണല്ലോ. ഇപ്പോഴത്തെ അതിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം വരാനായിട്ടിരിക്കുകയാണ്. ഈ മെയ് 8 ഒരു വീഡിയോ സഹിതം പുറത്തുവിട്ടുകൊണ്ട് അപ്ഡേറ്റ് അണിയറ പ്രവർത്തകർ പുറത്തുവിടും. ഗർ എന്ന സിനിമയുടെ ടീസറും ഒപ്പം തന്നെ റിലീസ് തീയതി പ്രഖ്യാപനവും കഴിഞ്ഞ ദിവസം വന്നിരിക്കുകയാണ്. ചിത്രം മലയാളത്തിൽ വരാനിരിക്കുന്ന ഒരു വ്യത്യസ്ത കോമഡി എന്റർടൈനർ സിനിമയാണ്. യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കിയുള്ള സിനിമയിൽ കുഞ്ചാക്കോ ബോബനും സുരാജ് വെഞ്ഞാറമൂടും അഭിനയിക്കുന്നു. ചിത്രം ജൂൺ 14 തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്നതാണ്. പ്രേമലു എന്ന സിനിമയുടെ വൻ വിജയത്തിന് ശേഷം ഗിരീഷ് ഏടിയുടെ സംവിധാനത്തിൽ നെസ്ലൻ നായകനെത്തുന്ന അടുത്ത മലയാളം സിനിമയാണല്ലോ ഐ ആം കാതലൻ. ചിത്രത്തിന്റെ റിലീസ് അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. ജൂൺ 13 സിനിമ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാനായിട്ട് നിലവിൽ പ്ലാൻ ചെയ്യുന്നു. ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മോളിവുഡ് ടൈംസ് എന്ന പേരിൽ നെസ്ലന്റെ അടുത്ത മലയാളം സിനിമ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ് സിനിമയുടെ സംവിധായകൻ അഭിനവ് സുന്ദർ സംവിധാനം ചെയ്യുന്ന രണ്ടാമത്തെ സിനിമയിൽ നെസ്ലൻ നായകനെത്തുന്നു. എ ഹെയ്റ്റിൽ ലെറ്റർ ടു സിനിമ എന്നൊരു ടാഗ് ലൈനോടെയാണ് സിനിമയുടെ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. 2025 സിനിമ റിലീസ് ചെയ്യുക. തമിഴിൽ നിന്നും അടുത്ത തിയേറ്ററുകളിലേക്ക് എത്തുന്ന പ്രധാനപ്പെട്ട സിനിമയാണ് രായൻ. സിനിമയുടെ റിലീസ് തീയതി പ്രഖ്യാപനം ഫസ്റ്റ് സിംഗിൾ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. ധനുഷ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് നായകനെത്തുന്ന സിനിമയുടെ റിലീസ് ജൂണിലായിരിക്കും എന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. ഈ മെയ് 9 സിനിമയുടെ ഫസ്റ്റ് സിംഗിളും പുറത്തുവരും. ഇന്ന് സിനിമയുടെ ഏറ്റവും പുതിയ ഒഫീഷ്യൽ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുന്ന മലയാളം സിനിമയാണല്ലോ L360. ലാലേട്ടൻ നായകനെ കീഴ് തരുൺ മൂർത്തി സംവിധാനം ചെയ്ത് ശോഭന നായകവേഷത്തിലെത്തുന്ന സിനിമയുടെ ചിത്രീകരണം ഇപ്പോഴത്തെ 13 ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. സിനിമയുടെ ടൈറ്റിൽ പ്രഖ്യാപനം, ഒപ്പം തന്നെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ എല്ലാം തന്നെ ലാലേട്ടന്റെ ജന്മദിനം പ്രമാണിച്ച് മെയ് 21 റിലീസ് ചെയ്യുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. അതേസമയം ചിത്രം പൂജ റിലീസായിട്ട് ഈ വർഷം ഒക്ടോബർ 10 തിയേറ്ററുകളിലേക്ക് എത്തുന്നതാണ്. ബറോസ് റിലീസ് ചെയ്ത് 1 മാസത്തിനുള്ളിൽ സിനിമ റിലീസ് ചെയ്യുമെന്നർത്ഥം. കാത്തിരിക്കൂ കൂടുതൽ സിനിമ വാർത്തകൾ കേട്ട്.